പാലക്കാട് ജില്ലയിലായിരുന്നു നാടിനെ ഇളക്കിമറിച്ച ദാരുണ സംഭവം അരങ്ങേറിയത്. ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടുകൂടി ടൗണിലുള്ള തന്റെ ഷോപ്പ് അടച്ച ശേഷം ജയകൃഷ്ണൻ എന്ന വ്യക്തി പുത്തൂരുള്ള തന്റെ വീട്ടിലേക്ക് എത്തി. കോളിംഗ് ബെൽ എത്ര അമർത്തി നോക്കിയിട്ടും അകത്തുനിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സംശയം തോന്നിയ ജയകൃഷ്ണൻ വീടിന്റെ അടുക്കള വശത്തേക്ക് നടക്കുന്നതിനിടയിലായിരുന്നു ഡൈനിങ് ഹാളിന് സമീപമുള്ള ഒരു ജനൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അകത്തേക്ക് നോക്കിയ ജയകൃഷ്ണൻ അമ്പരന്നുപോയി. അകത്ത് ജയകൃഷ്ണന്റെ ഭാര്യാമാതാവ് കാർത്തിയായനി അമ്മ അസ്വാഭാവികമായ നിലയിൽ കിടക്കുന്നു. ഭയന്നുപോയ ജയകൃഷ്ണൻ വീടിന്റെ പിൻഭാഗത്തേക്ക് എത്തിയപ്പോഴായിരുന്നു അടുക്കളവാതിൽ തുറന്നു കിടക്കുന്ന കാഴ്ച കണ്ടത്. അടുക്കളയിലൂടെ അകത്തേക്ക് കയറിയ ജയകൃഷ്ണൻ നടുക്കുന്ന മറ്റൊരു കാഴ്ച കൂടി കണ്ടു. കാർത്തിയായനിയമ്മയ്ക്ക് സമീപത്തായി ജയകൃഷ്ണന്റെ ഭാര്യ ഷീലയും അസ്വാഭാവികമായ നിലയിൽ കിടക്കുന്നു. ജയകൃഷ്ണൻ അതിവേഗം തന്നെ ഷീലയുടെ അടുത്തെത്തി അവരെ കുലുക്കി വിളിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഷീലയുടെ കഴുത്ത് ഒരു ഭാഗത്തേക്ക് അറ്റുകിടക്കുന്ന കാഴ്ച ജയകൃഷ്ണൻ കണ്ടത്. ഷീല രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. രണ്ടുപേരുടെയും കഴുത്ത് തോർത്തുകൊണ്ട് ചുറ്റിക്കെട്ടിയ അവസ്ഥയിലാണ്. ഈ സമയത്തായിരുന്നു കാർത്തിയായനിയമ്മ നേരിയ ശബ്ദത്തിൽ മോളെ എന്ന് വിളിക്കുന്നത് ജയകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ജയകൃഷ്ണൻ അതിവേഗം തന്നെ വീടിന് പുറത്തേക്കിറങ്ങി നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി. വീടിനുള്ളിലെ നടക്കുന്ന കാഴ്ച കണ്ട് ഭയന്നുപോയ നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് SI ഉൾപ്പെടുന്ന സംഘം അതിവേഗം തന്നെ ജയകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തി. ഇതേ സമയം തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ആംബുലൻസും സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു. ആംബുലൻസിലേക്ക് ഷീലയെയും കാർത്തിയായനിയമ്മയെയും കയറ്റി പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ജയകൃഷ്ണനൊപ്പം 1-2 ബന്ധുക്കളും നാട്ടുകാരും കൂടി ആംബുലൻസിലേക്ക് കയറി. ഇരുവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ഷീലയുടെ മരണം നേരത്തെ തന്നെ സംഭവിച്ചു എന്ന് ഡോക്ടർമാർ ജയകൃഷ്ണനെ അറിയിച്ചു. കാർത്തിയായനിയമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. SI ഉൾപ്പെടുന്ന സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഒക്കെ സംഭവസ്ഥലത്തേക്ക് എത്തി. ജയകൃഷ്ണന്റെ വീടിനുള്ളിൽ വലിയൊരു മോഷണം നടന്നിരിക്കുകയാണ്. മേശവലിപ്പുകളും അലമാരകളും എല്ലാം തുറന്നിട്ട നിലയിലാണ്. മോഷ്ടാക്കളും ആ സ്ത്രീകളും തമ്മിൽ വലിയൊരു മൽപ്പിടുത്തം തന്നെ നടന്നിട്ടുണ്ട്. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന കർട്ടനുകളൊക്കെ രക്തത്തിൽ മുങ്ങിയ നിലയിലാണ്. പ്രധാന ഹാളിലെ ടിവിയിലും ഭിത്തിയിലുമൊക്കെ കുറ്റവാളികളുടെ ഫിംഗർ പ്രിന്റുകൾ പതിഞ്ഞിട്ടുണ്ട്. അവയൊക്കെ സസൂക്ഷ്മമായി ഫിംഗർ പ്രിന്റ് ബ്യൂറോ പരിശോധിക്കുകയും ശേഖരിക്കുകയും ചെയ്തു. ജയകൃഷ്ണന്റെ വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി അറിയാവുന്ന വ്യക്തികൾ തന്നെയാകാം ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് വിലയിരുത്തി. ഇതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ ജയകൃഷ്ണനിൽ നിന്നും പോലീസ് സംഘം ചോദിച്ചു മനസ്സിലാക്കി. ഷീലയുടെയും കാർത്തിയായനിയമ്മയുടെയും ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയൊന്നും കാണാനില്ല. നന്നായി ആഭരണങ്ങൾ ധരിക്കുന്ന കൂട്ടത്തിലാണ് ഷീല. ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾക്ക് പുറമെ അലമാരയിലും മേശവലിപ്പുകളിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവും മോഷണം പോയിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു. വീടിനകമൊക്കെ മണം പിടിച്ചു നോക്കിയ പോലീസ് നായ വീടിനകമൊക്കെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം അടുക്കള വാതിലിലൂടെ പുറത്തിറങ്ങിയ പോലീസ് നായ ഗേറ്റും കടന്ന് റോഡിലൂടെ അല്പദൂരം മുൻപോട്ടോടി. അതിനുശേഷം അതിന്റെ ഓട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. കൃത്യം നടത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ പ്രതികൾ റോഡിലെത്തിയതിനു ശേഷം വാഹനത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് പോലീസ് വിലയിരുത്തി. കൊലപാതകത്തിന്റെയും ആക്രമണത്തിന്റെയും രീതി അനുസരിച്ച് ഒന്നിലധികം വ്യക്തികൾ കൃത്യത്തിന് പിന്നിലുണ്ടെന്ന് പോലീസിന് ഉറപ്പായി. ഷീലയുടെയും കാർത്തിയായനിയമ്മയുടെയും തല തറയിൽ അതിശക്തമായി ഇടിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. വീടിനുള്ളിൽ തിരച്ചിൽ നടത്തിയ പോലീസ് സംഘത്തിന് തകർന്ന് തരിപ്പണമായ ഒരു ചായക്കപ്പ് കിട്ടി. ആ കപ്പ് ഉപയോഗിച്ച് ഒരാക്രമണം നടത്തിയിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തമായി. കാർത്തിയായനിയമ്മയെ ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ നെറ്റിയിൽ ആഴത്തിലുള്ള ഒരു മുറിവേറ്റിരുന്നത് SIയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ആ കപ്പ് ഉപയോഗിച്ച് പ്രതികൾ കാർത്തിയായനിയമ്മയ്ക്ക് നേരെ ആക്രമണം നടത്തിയതാകാമെന്നും പോലീസ് വിലയിരുത്തി. ജയകൃഷ്ണനോട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് സംഘം ചോദിച്ച് മനസ്സിലാക്കി. രാവിലെ 10 മണിയോടുകൂടിയാണ് ജയകൃഷ്ണൻ സാധാരണയായി സിറ്റിയിലുള്ള അവരുടെ ടയർ കടയിലേക്ക് പോകാറുള്ളത്. ഈ സമയം അവരുടെ തന്നെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ജയകൃഷ്ണന്റെ ഭാര്യ ഷീലയും പോകാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിനായി ജയകൃഷ്ണൻ വീട്ടിലേക്ക് എത്തുകയും തിരികെ 3:30 മണിയോടുകൂടി മടങ്ങിപ്പോവുകയും ചെയ്യാറാണ് പതിവ്. ഈ സമയത്തൊക്കെ അവരുടെ വീട്ടിൽ ഒരു ജോലിക്കാരി ഉണ്ടാകുന്നത് പതിവാണ്. അവിടെ അങ്ങനെ ഒരു ജോലിക്കാരി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ജോലിക്കാരിയെയും ചോദ്യം ചെയ്തു. ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ പാർട്ട് ടൈം ജോലിക്കാരി അന്ന് ജോലിക്ക് എത്തിയിരുന്നില്ല എന്ന് പോലീസിന് അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലായി. താൻ ജോലിക്ക് എത്തില്ല എന്ന് പറയുന്നതിനായി ആ ജോലിക്കാരി ഷീലയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. എന്നാൽ സംഭവ സ്ഥലത്ത് നിന്നും ഷീലയുടെയും കാർത്തിയായനിയമ്മയുടെയും മൊബൈൽ ഫോണുകൾ മിസ്സിംഗ് ആണ്. 3 മൊബൈൽ ഫോണുകളാണ് ആ വീട്ടിൽ നിന്നും നഷ്ടമായിരിക്കുന്നത്. ആ ഫോണുകളിലേക്ക് പോലീസ് സംഘം വിളിച്ചു നോക്കിയെങ്കിലും അവയൊക്കെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ജയകൃഷ്ണന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് ആ 3 ഫോണുകളും പ്രതികൾ ഓഫ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നത് സൈബർ സെല്ലിന് തീർത്തും ദുഷ്കരമായി തീർന്നു. എങ്കിൽ പോലും ആ മൊബൈൽ ഫോണുകൾ നിരീക്ഷണത്തിൽ വെച്ചുകൊള്ളാൻ സൈബർ സെല്ലിന് DYSP നിർദ്ദേശം നൽകി. തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു.
ഷീലയുടെ കഴുത്തിൽ ഒരു തോർത്തുകൊണ്ട് ചുറ്റിയിട്ടുണ്ടെങ്കിലും ഷീലയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഷാർപ്പായ ഒരു കത്തി ഉപയോഗിച്ച് കഴുത്ത് കട്ട് ചെയ്തതിന്റെ ഭാഗമായാണ്. ഷീല മരിക്കുന്നതിന് മുൻപ് അവരുടെ നെഞ്ചിലേക്ക് അതിശക്തമായി ആരോ ഇടിച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിലേക്ക് കയറിയിരുന്ന് ആരോ അതിശക്തമായി ഇടിച്ചിരിക്കുകയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമായി. അതിനു പുറമെ ഷീലയുടെ തല ഒരൽപ്പം മുകളിലേക്ക് ഉയർത്തി തറയിലേക്ക് പലതവണ അതിശക്തമായി ഇടിച്ചിട്ടുമുണ്ട്. മോഷണ ശ്രമത്തിനിടയിലാണ് കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ആ വീട്ടിലുള്ളവ തന്നെയാണ്. കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആ വീട്ടിലേക്ക് എത്തിയവരല്ല കുറ്റവാളികൾ. മോഷണ ശ്രമത്തിനിടയിൽ ആ വീട്ടിലുള്ള വ്യക്തികളെ അവിടെയുള്ള വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള വ്യക്തികളാണ് ഇത്തരത്തിൽ കൊലപാതകങ്ങൾ നടത്തുക? സമാനമായ രീതിയിൽ പാലക്കാടും പരിസര പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള മോഷണമോ കൊലപാതക ശ്രമങ്ങളോ നടന്നിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലീസ് സംഘം തീരുമാനിച്ചു. പട്ടാപ്പകൽ ഒരു വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി കൊലപാതകവും മോഷണവും നടത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ വീടിനെക്കുറിച്ച് വ്യക്തമായി അറിവുള്ള വ്യക്തികൾക്ക് മാത്രമേ അത്തരത്തിലൊരു കൃത്യം നടത്താൻ കഴിയൂ എന്ന് പോലീസ് വിലയിരുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഷീലയുടെ കൊലപാതകം നടന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായിട്ടാണ്. രാവിലെ 10 മണിക്ക് ശേഷമായിരുന്നു ഷീലയുടെ ജോലിക്കാരി അവരുടെ ഫോണിലേക്ക് വിളിച്ചത്. 10:30ക്കും 12 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഷീല കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമാണ്. രാവിലെ ഏകദേശം 9:30 മണിയോടുകൂടിയായിരുന്നു ജയകൃഷ്ണൻ ടൗണിലുള്ള കടയിലേക്ക് പോയത്. അന്വേഷണം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഷീലയുമായും ജയകൃഷ്ണനുമായും ബന്ധമുള്ള ആളുകൾ, അയൽവാസികൾ, ബന്ധുക്കൾ തുടങ്ങിയ എല്ലാ ആളുകളുടെയും വിശദമായൊരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കപ്പെടുകയും അവരെയൊക്കെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ സീസൺഡ് ക്രിമിനൽസുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം അന്വേഷണം നടത്തുകയും സമാന രീതിയിലുള്ള കൊലപാതകങ്ങളുടെ കേസ് ഫയലുകൾ പരിശോധിക്കുകയും പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാഴ്ച പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ജനരോഷം ഇരമ്പുകയും ചെയ്തു. ചന്ദ്രനഗർ ടവറിന് പരിധിയിലാണ് ജയകൃഷ്ണന്റെ വീടിരിക്കുന്നത്. ആ ടവർ ലൊക്കേഷനിൽ എത്തിയിട്ടുള്ള എല്ലാ മൊബൈൽ ഫോണുകളുടെയും കോൾ ഡാറ്റ ഹിസ്റ്ററി എടുക്കുന്നതിനായി സൈബർ സെല്ലിന് നിർദ്ദേശവും നൽകി. പോലീസുകാരുടെ അന്വേഷണം തീർത്തും തൃപ്തികരമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ജനരോഷം ആളിക്കത്തുന്നതിനിടയിലായിരുന്നു നാട്ടുകാരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത എത്തിയത്. ഷീല കൊലക്കേസിലെ പ്രതികളെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടിയാണ് പ്രതികളെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ദേശമംഗലത്ത് വെച്ച് ഷീലയുടെ മോഷ്ടിക്കപ്പെട്ട ഒരു മൊബൈൽ ഫോൺ ആക്റ്റീവ് ആവുകയായിരുന്നു. ആ ലൊക്കേഷൻ അനുസരിച്ച് ദേശമംഗലത്തുള്ള വീട് വളഞ്ഞ പോലീസ് സംഘത്തിന് കനകരാജ് എന്നൊരു വ്യക്തിയെയാണ് പിടികൂടാൻ കഴിഞ്ഞത്. കനകരാജിന്റെ മൊഴിയനുസരിച്ച് കോയമ്പത്തൂരിലെത്തിയ പോലീസ് സംഘം കൗണ്ടർപാളയം എന്ന സ്ഥലത്തു നിന്നും കൂട്ടുപ്രതികളായ മണികണ്ഠനെയും സമ്പത്തിനെയും കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ജയകൃഷ്ണന്റെ കടയിൽ ജോലിക്ക് കയറിയ വ്യക്തിയായിരുന്നു സമ്പത്ത്. ആ കടയിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സമ്പത്ത് കനകരാജിനെയും മണികണ്ഠനെയും കൂട്ടുപിടിച്ച് ജയകൃഷ്ണൻ വീട്ടിൽ നിന്നും പോകുന്ന സമയം നോക്കി ആ വീട്ടിൽ ഒരു മോഷണം നടത്താൻ പ്ലാൻ ചെയ്യുകയായിരുന്നു. ജയകൃഷ്ണൻ കടയിലേക്ക് പോകുന്ന സമയം വരെ മൂവർ സംഘം ജയകൃഷ്ണന്റെ വീടിന്റെ പരിസരത്ത് കാത്തുനിന്നു. മണികണ്ഠനെ വീടിന് പുറത്ത് കാവൽ നിർത്തിയ ശേഷം കനകരാജും സമ്പത്തും ചേർന്നായിരുന്നു ജയകൃഷ്ണന്റെ വീടിന്റെ കോളിംഗ് ബെല്ലിൽ അമർത്തിയത്. ഈ സമയത്ത് ഷീലയായിരുന്നു വാതിൽ തുറന്നത്. ഷീല വാതിൽ തുറന്ന നിമിഷത്തിൽ തന്നെ കനകരാജും സമ്പത്തും ആ വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറുകയും ഷീലയെ ആക്രമിക്കുകയും ചെയ്തു. തറയിലേക്ക് വീണുപോയ ഷീലയുടെ പുറത്തേക്ക് കനകരാജ് കയറിയിരിക്കുകയും അവരുടെ നെഞ്ചിലേക്ക് ആഞ്ഞിടിക്കുകയും അവരുടെ തല തറയിലേക്ക് പിടിച്ച് ഇടിക്കുകയും ഒക്കെ ചെയ്തു. ഷീലയുടെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു അടുക്കളയിലുണ്ടായിരുന്ന കാർത്തിയായനിയമ്മ അവിടേക്ക് ഓടിയെത്തിയത്. മകളുടെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ഹാളിനുള്ളിലേക്ക് ഓടിയെത്തിയ കാർത്തിയായനിയമ്മ കാണുന്നത് ഷീലയുടെ പുറത്ത് ആചാനബാഹുവായ ഒരു വ്യക്തി കയറിയിരിക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട് ഷീലയെ രക്ഷിക്കുന്നതിനു വേണ്ടി കാർത്തിയായനിയമ്മ ശ്രമം നടത്തിയെങ്കിലും മേശപ്പുറത്തിരിക്കുകയായിരുന്ന ഒരു ചായക്കപ്പ് അപ്രതീക്ഷിതമായി സമ്പത്ത് കയ്യിലേക്കെടുക്കുകയും കാർത്തിയായനിയമ്മയുടെ നെറ്റിയിലേക്ക് ആഞ്ഞിടിക്കുകയും ചെയ്തു. ഇടിയേറ്റ് താഴെ വീണ കാർത്തിയായനിയമ്മയുടെ ശരീരത്തിലേക്ക് സമ്പത്ത് കയറിയിരിക്കുകയും കനകരാജ് ചെയ്തതുപോലെ തന്നെ കാർത്തിയായനിയമ്മയുടെ നെഞ്ചിലേക്ക് ആഞ്ഞിടിക്കുകയും അവരുടെ തല ഭിത്തിയിലേക്കും തറയിലേക്കുമൊക്കെ പിടിച്ചിടിക്കുകയും ചെയ്തു. സംഭവ ദിവസം പതിവിന് വിപരീതമായി ഷീല കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. കുറ്റവാളികൾ കോളിംഗ് ബെൽ അമർത്തുന്ന സമയത്ത് ഷീല വീടിനുള്ളിലെ സോഫയിൽ അലക്കിയിട്ട തുണികളൊക്കെ പറക്കി മടക്കുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ സോഫയിൽ നിരവധി തുണികൾ ചിതറിക്കിടക്കുന്നതിനിടയിൽ നിന്നും 2 തോർത്തുകൾ സംഘടിപ്പിച്ച പ്രതികൾ ഷീലയുടെയും കാർത്തിയായനിയമ്മയുടെയും കഴുത്തിലിട്ട് മുറുക്കുകയായിരുന്നു. ആ സ്ത്രീകൾക്ക് അനക്കമില്ല എന്ന് തോന്നിയ നിമിഷത്തിൽ കനകരാജും സമ്പത്തും ചേർന്ന് അലമാരകളും മേശവലിപ്പുകളും എല്ലാം പരിശോധിച്ചു തുടങ്ങി. അലമാരയിൽ നിന്നും മേശവലിപ്പിൽ നിന്നുമൊക്കെ പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കിയ പ്രതികൾ ഷീലയുടെ അടുത്തേക്കാണ് എത്തിയത്. ഈ സമയത്ത് പാതി ബോധത്തിലായിരുന്ന ഷീല സമ്പത്തിനെ തിരിച്ചറിയുകയും ചെയ്തു. ഷീല തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സമ്പത്ത് അപകടം മണത്തു. അയാൾ അതിവേഗം തന്നെ അടുക്കളയിലേക്ക് എത്തുകയും അവിടെ നിന്നും ഒരു മൂർച്ചയേറിയ കത്തിയുമായി ഹാളിലേക്ക് എത്തുകയും ചെയ്തു. ഈ സമയത്ത് കനകരാജ് ഷീലയുടെ കൈകൾ രണ്ടും പിന്നിലേക്ക് പിടിച്ചുകെട്ടി. മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് സമ്പത്ത് ഷീലയുടെ കഴുത്തറക്കുകയും ചെയ്തു. തലയിലും നെഞ്ചിലുമൊക്കെ അതിശക്തമായ അടിയേറ്റ കാർത്തിയായനിയമ്മ ഈ സമയത്ത് മയങ്ങിക്കിടക്കുകയായിരുന്നു. 2 സ്ത്രീകളും മരണപ്പെട്ടു എന്ന് കരുതി
കനകരാജും സമ്പത്തും രക്തം പുരണ്ട കത്തിയുമായി അടുക്കളയിലേക്ക് എത്തുകയും അടുക്കളയിലെ തന്നെ ടാപ്പ് തുറന്ന് കത്തി കഴുകി വൃത്തിയാക്കിയ ശേഷം അടുക്കളയിൽ തന്നെ അത് വയ്ക്കുകയും ചെയ്തു. തിരികെ ഹാളിലേക്ക് എത്തിയ പ്രതികൾ ഷീലയുടെയും കാർത്തിയായനിയമ്മയുടെയും ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ അഴിച്ചെടുത്തു. ധാരാളം ആഭരണങ്ങൾ ധരിക്കുന്നത് കൊണ്ട് തന്നെ ഷീലയുടെ ആഭരണങ്ങൾ നേരത്തെ തന്നെ സമ്പത്ത് നോക്കി വെച്ചിരുന്നു. അലമാരയിലും മേശവലിപ്പുകളിലുമുള്ള പണം അപഹരിച്ചതിന് ശേഷം ആഭരണങ്ങൾക്ക് പുറമെ അലമാരയിലുണ്ടായിരുന്ന ഒരു മദ്യക്കുപ്പിയും 3 മൊബൈൽ ഫോണുകളും കൂടി പ്രതികൾ കൈവശപ്പെടുത്തി. അതിനുശേഷം അടുക്കള വഴി തന്നെയാണ് പ്രതികൾ പുറത്തേക്കിറങ്ങിയത്. ഈ സമയത്ത് മണികണ്ഠൻ ഇരുവരെയും കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മൂവർ സംഘം അവിടെ നിന്നും റോഡിലെത്തിയതിനു ശേഷം അവിടെ നിന്നും ഒരു വാഹനത്തിലാണ് കടന്നുപോയത്. ഇതിനിടയിൽ രക്തം പുരണ്ട വസ്ത്രങ്ങളൊക്കെ കനകരാജും സമ്പത്തും മാറുകയും ചെയ്തിരുന്നു. പിന്നീട് ആ വസ്ത്രങ്ങളൊക്കെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഏരിയയിലെത്തി ആ മദ്യം തന്നെ ഒഴിച്ച് അവയൊക്കെ കത്തിച്ചു കളയുകയും ചെയ്തു. കനകരാജ് തന്റെ ഭാര്യയുടെ വീട്ടിലേക്കാണ് പോയത്. സമ്പത്ത് മണികണ്ഠനൊപ്പം പോവുകയും ചെയ്തു. സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോഴായിരുന്നു ആ മൊബൈൽ ഫോണുകളിൽ ഒരെണ്ണം ഓണാക്കി നോക്കാൻ കനകരാജിന് തോന്നിയത്. അങ്ങനെയാണ് കനകരാജിന് സൈബർ സെല്ലിന്റെ പിടി വീഴുന്നത്. സമ്പത്തും മണികണ്ഠനും കനകരാജും പോലീസ് പിടിയിലായി എന്നുള്ള പോലീസ് പ്രസ്താവന മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനിടയിലായിരുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്ത ആളുകളെ തേടിയെത്തിയത്. പോലീസ് കസ്റ്റഡിയിലായിരുന്ന സമ്പത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സമ്പത്ത് തീർത്തും നിരപരാധിയാണെന്നും അയാളിൽ പോലീസുകാർ കുറ്റം ആരോപിച്ചതാണെന്നുമുള്ള വാർത്തകൾ ഇതിനിടയിൽ പ്രചരിച്ചു തുടങ്ങി. കൊല്ലപ്പെട്ട ഷീലയുടെ കുടുംബക്കാർക്ക് രാഷ്ട്രീയ ബന്ധമുള്ളതുകൊണ്ട് തന്നെ പോലീസുകാർ കൂടി ആലോചിച്ചുകൊണ്ട് സമ്പത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിഷേധം രൂക്ഷമായതോടുകൂടി സമ്പത്തിന്റെ കസ്റ്റഡി മരണം അന്വേഷിക്കാൻ സർക്കാർ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകി. സമ്പത്തിന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് 2 SIമാർ, സർക്കിൾ ഇൻസ്പെക്ടർ വിപിൻ ദാസ്, 10ഓളം വരുന്ന കോൺസ്റ്റബിൾമാർ എന്നിവരെയൊന്നും കാണാനില്ല. കൊല്ലപ്പെട്ട നിരപരാധിയായ ഷീല എന്ന സ്ത്രീയുടെ മരണമാണോ അതോ കസ്റ്റഡിയിലിരിക്കെ കൊല്ലപ്പെട്ട ക്രിമിനലായ സമ്പത്ത് എന്ന വ്യക്തിയുടെ മരണമാണോ സീരിയസ് ആയി അന്വേഷിക്കേണ്ടതെന്ന് പോലും പോലീസ് സംഘത്തിന് കൺഫ്യൂഷനായി. ഇതിനിടയിൽ സമ്പത്തിന്റെ കസ്റ്റഡി മരണം ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാലും കേസ് എങ്ങും എത്താൻ പോകില്ല എന്നാരോപിച്ചുകൊണ്ട് സമ്പത്തിന്റെ സഹോദരൻ ഹൈക്കോടതിയെ സമീപിച്ചു. സമ്പത്തിന്റെ ആരോപണം മുഖവിലക്കെടുത്ത ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതേസമയം തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്ന കാർത്തിയായനിയമ്മയ്ക്ക് ഭേദപ്പെട്ടു തുടങ്ങി. അവർ പോലീസിന് മൊഴി കൊടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘത്തിന്റെ അന്വേഷണം ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു സമയത്താണ് ആശ്വാസമായി കാർത്തിയായനിയുടെ വാക്കുകൾ എത്തിയത്. സംഭവം നടന്ന ദിവസം രാവിലെ ഏകദേശം 10 മണിയോടുകൂടി പതിവായി ജോലിക്കെത്തുന്ന ജോലിക്കാരി എത്തുകയില്ല എന്ന് ഷീലയെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് വീട്ടുജോലികളൊക്കെ ഷീല തന്നെയാണ് ചെയ്തത്. ഹാളിനുള്ളിൽ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം ഷീല കേട്ടത്. വാതിൽ തുറന്ന ഷീലയുടെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു അടുക്കളയിലായിരുന്ന കാർത്തിയായനിയമ്മ അവിടേക്ക് ഓടിയെത്തിയത്. ഷീലയുടെ മുകളിൽ ആരോ കയറി ഇരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടായിരുന്നു കാർത്തിയായനിയമ്മ അവിടെ എത്തിയത്. ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി കാർത്തിയായനിയമ്മയുടെ നെറ്റിയിലേക്ക് ചായക്കപ്പ് ഉപയോഗിച്ചുള്ള ഒരു അടിയേറ്റത്. പാതി ബോധത്തോടുകൂടി കാർത്തിയായനിയമ്മ തറയിലേക്ക് വീണു. ഇതിനിടയിൽ ഷീല ആക്രമണം നടത്തുന്ന വ്യക്തികളിൽ ഒരാളോട് താൻ സമ്പത്തല്ലേ എന്ന് ചോദിക്കുന്നത് കാർത്തിയായനിയമ്മ കേൾക്കുകയും ചെയ്തിരുന്നു. ഷീല തങ്ങളെ തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ ആ സ്ത്രീയെ നമുക്ക് വകവരുത്തണമെന്ന് സമ്പത്തും സുഹൃത്തുക്കളും ചേർന്ന് പറയുന്നതും കാർത്തിയായനിയമ്മ കേട്ടു. പിന്നീട് ഷീലയുടെ നിലവിളി ശബ്ദവും അവരുടെ കഴുത്തിലേക്ക് കത്തി ഉപയോഗിച്ച് സമ്പത്ത് അറക്കുന്നതും പാതി ബോധത്തിൽ കാർത്തിയായനിയമ്മ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരുടെ ബോധവും പോയി. പിന്നീട് നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും കാർത്തിയായനിയമ്മയ്ക്ക് ഓർമ്മയില്ല. കാർത്തിയായനിയമ്മയുടെ മൊഴിയിൽ അവർ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞത് സമ്പത്ത് എന്ന പേര് ഷീല വിളിക്കുന്നത് താൻ കേട്ടു എന്നുള്ളതാണ്. അതിൽ നിന്നും കൊല്ലപ്പെട്ട സമ്പത്ത് എന്ന വ്യക്തി തീർത്തും ഒരു ക്രിമിനൽ തന്നെയാണ് എന്ന് പോലീസുകാർക്ക് പുറമെ നാട്ടുകാർക്കും വ്യക്തമായി. ഷീലയുടെ കേസ് പോലീസുകാർ വളരെ കൃത്യമായി തന്നെ അന്വേഷിച്ചിരിക്കുകയാണെന്നും സമ്പത്ത് എന്ന വ്യക്തിയെ എല്ലാ തെളിവുകളോടും കൂടിയാണ് പിടികൂടിയിരിക്കുന്നതെന്നും കോടതിക്ക് വ്യക്തമായി. പോലീസുകാരുടെ റെക്കോർഡ് അനുസരിച്ച് കസ്റ്റഡിയിലായിരുന്ന സമ്പത്തിന് രാത്രി 12 മണിയോടുകൂടി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു. സമ്പത്തിനെ പരിശോധിച്ച ഡോക്ടർമാർ അയാളുടെ മരണം സംഭവിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസുകാരുടെ ഈ റിപ്പോർട്ട് തീർത്തും കളവാണെന്നുള്ളതാണ് സമ്പത്തിന്റെ സഹോദരൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സമ്പത്തിന്റെ കസ്റ്റഡി മരണത്തെക്കുറിച്ച് കോടതിയിൽ വാദം തുടങ്ങിയപ്പോൾ തീർത്തും വിചിത്രമായ കാര്യങ്ങളാണ് സമ്പത്തിന്റെ സഹോദരന് വേണ്ടി വാദിക്കാനെത്തിയ വക്കീൽ പറഞ്ഞത്. കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം കനകരാജുമായി തമിഴ്നാട്ടിലെത്തുകയും സമ്പത്തിനെയും മണികണ്ഠനെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ശേഷം മൂവർ സംഘത്തെ ഒരു ഇന്നോവയിലാണ് തിരികെ കേരളത്തിലേക്ക് എത്തിച്ചത്. തമിഴ്നാട് ബോർഡർ വരെയും 3 പ്രതികളെയും പോലീസ് സംഘം ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ വാളയാർ ചെക്ക് പോസ്റ്റ് പിന്നിട്ടതോടുകൂടി മൂവർ സംഘത്തെ പോലീസുകാർ നന്നായി പെരുമാറി. സ്റ്റേഷനിലെത്തിച്ച ശേഷം മർദ്ദനത്തിനിടയിൽ 12 മണിയോടുകൂടി സമ്പത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേക്കും അയാളുടെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പോലീസുകാർക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എതിർഭാഗം വക്കീൽ കോടതിയിൽ വാദിച്ചത്. ഇതോടൊപ്പം തന്നെ സമ്പത്തിന് ഈ കുറ്റകൃത്യത്തിൽ ഒരു ബന്ധവുമില്ല എന്നുകൂടി പ്രതിഭാഗം വക്കീൽ വാദിച്ചു.
എന്നാൽ കാർത്തിയാനിയമ്മയുടെ ശക്തമായ മൊഴിയുള്ളതുകൊണ്ട് തന്നെ കോടതി അതൊന്നും മുഖവിലേക്കെടുത്തില്ല. ഷീല മർഡർ കേസിനെ കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കി പോലീസ് സംഘം ഒടുവിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ഷീലയുടെ വീടിനുള്ളിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുകൾ സമ്പത്തിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. ഇതോടൊപ്പം തന്നെ കനകരാജിന്റെ ഫിംഗർ പ്രിന്റുകളും ഷീലയുടെ വസ്ത്രങ്ങളിൽ നിന്നും കഴുത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്ന തോർത്തിൽ നിന്നും പ്രധാന ഹാളിലിരുന്ന ടിവിയിൽ നിന്നുമൊക്കെ വിരലടയാള വിദഗ്ധർ കണ്ടെത്തിയിരുന്നു. അതൊക്കെ കനകരാജിന്റെ തന്നെ വിരലടയാളങ്ങളാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടു. ഇതിനു പുറമെ തകർന്നു വീണ ചായക്കപ്പിൽ നിന്നും സമ്പത്തിന്റെ വിരലടയാളം ഫോറൻസിക് സംഘം ശേഖരിച്ചിരുന്നു. അവയെല്ലാം കോടതിയിൽ ശക്തമായ തെളിവുകളായി മാറി. സംഭവം നടക്കുന്ന സമയത്ത് കനകരാജും സമ്പത്തും മണികണ്ഠനും ചന്ദ്രനഗർ ടവറിന് പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് സൈബർ സംഘവും സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ കനകരാജിനും സമ്പത്തിനും മണികണ്ഠനും എതിരെയുള്ളത് മെറ്റീരിയൽ തെളിവുകളാണ്. കാർത്തിയാനിയമ്മയുടെയും ഷീലയുടെയും ശരീരത്തിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ആഭരണങ്ങളൊക്കെ കനകരാജിന്റെയും സമ്പത്തിന്റെയും ഒക്കെ വീടുകളിൽ നിന്ന് പോലീസ് സംഘം അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അവയൊക്കെ ശക്തമായ തെളിവുകളായി തന്നെ മാറി. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നിർണായകമായ വിധിയെത്തി. ഒന്നാം പ്രതി സമ്പത്ത് തന്നെയാണ്. എന്നാൽ സമ്പത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് മേൽ മറ്റൊരു വിധി പ്രഖ്യാപനം ഇനി സാധ്യമല്ല. രണ്ടാം പ്രതിയായ കനകരാജിന് വധശിക്ഷ വിധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയാണ് നൽകിയത്. അതിന് കാരണം കനകരാജും സമ്പത്തും മണികണ്ഠനും മോഷണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ വീട്ടിലേക്ക് എത്തിയതെന്നുള്ളതാണ്. അതിനിടയിലാണ് ഷീലയെ കൊലപ്പെടുത്തിയത്. അതൊരു പ്ലാൻഡ് മർഡർ അല്ലാത്ത സാഹചര്യത്തിലാണ് വധശിക്ഷ വിധിക്കാതെയിരുന്നത്. എന്നാൽ മൂന്നാമനായ മണികണ്ഠൻ വീടിന് പുറത്തു നിൽക്കുക മാത്രമാണ് ചെയ്തത്. കുറ്റകൃത്യവുമായി നേരിൽ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ കോടതി മണികണ്ഠനെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാൽ തന്റെ ജീവപര്യന്തം ശിക്ഷ കുറവ് ചെയ്ത് നൽകണമെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും കനകരാജ് കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞു. എന്നാൽ കനകരാജിനെതിരെ നിരവധി തെളിവുകളാണ് കോടതിയിൽ എത്തിയിട്ടുള്ളത്. കനകരാജ് ആ വീട്ടിലെത്തിയതിനും മോഷണം നടത്തിയതിനും കാർത്തിയാനിയമ്മ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം കുറവ് ചെയ്തു നൽകാൻ കോടതി തയ്യാറായതുമില്ല. മണികണ്ഠനെ സെഷൻസ് കോടതി വെറുതെ വിട്ടതോടുകൂടി മണികണ്ഠനെ വെറുതെ വിട്ട സെഷൻസ് കോർട്ടിന്റെ നടപടി തീർത്തും ശരിയല്ല എന്ന് വാദിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ കേസിന്റെ ബാക്കി പത്രം സ്വാഭാവികമായും സമ്പത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സമ്പത്തിന്റെ കസ്റ്റഡി മരണം സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ പുരോഗമിച്ചു. സമ്പത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു പ്രധാന തെളിവായി മാറി. സമ്പത്തിന്റെ ബോഡിയിൽ മരിക്കുന്നതിന് മുൻപ് 63 തവണ ക്ഷതമേറ്റിട്ടുണ്ട്. അതിനു പുറമെ എണ്ണാൻ പറ്റാത്ത അത്രയും തവണ ബൂട്ടിട്ടുള്ള ചവിട്ടുമേറ്റിട്ടുണ്ട്. ഹയർ ഒഫീഷ്യൽസിന്റെ നിർദ്ദേശപ്രകാരം പോലീസുകാർ സമ്പത്തിനെ ചവിട്ടി കൂട്ടുകയായിരുന്നു എന്നർത്ഥം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കേസ് നടക്കുന്നതിനിടയിൽ ഇട്ടൂപ്പ് എന്നൊരു പോലീസുകാരൻ ആത്മഹത്യയും ചെയ്തു. സമ്പത്ത് കുറ്റം ചെയ്തു എന്നുള്ള പൂർണ്ണ ബോധ്യം ഇവിടെ പോലീസുകാർക്കുണ്ടായിരുന്നു. ആ ബോധ്യമാണ് പോലീസുകാരെ കൊണ്ട് അത്തരത്തിലൊരു കാര്യം ചെയ്യിപ്പിച്ചത്. CBI അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോലീസുകാരും ശിക്ഷിക്കപ്പെട്ടു. ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നും DYSP രാമചന്ദ്രനും SP യും ഒക്കെ ഒഴിവാക്കപ്പെട്ടു.